ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ബാംഗ്ലൂർ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. പിന്നെ ഇന്ന് ക്രിസ്മസ് ആണ്. രാവിലെ എണീക്കാൻ മടിച്ചിങ്ങനെ മൂടി പൊതച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ രമേശ് വന്ന് എണീപ്പിച്ചതാണ്. പുറത്തൊക്കെ ഇറങ്ങി തണുപ്പൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറഞ്ഞിട്ട് കുത്തിപ്പൊക്കി എണീപ്പിച്ചതാണ്. നല്ല തണുപ്പായിരുന്നു രാവിലെ. പിന്നെന്താ, ഫുഡ് കഴിക്കാൻ പോകണം. ഒരുപാട് വീഡിയോസിലും ഫുഡ് വ്ളോഗിലൊക്കെ കണ്ടിട്ടുള്ള രാമേശ്വരം കഫേയിലേക്കാണ് പോകുന്നത്. അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് രാജാജി നഗറിലുള്ള ഔട്ട്ലെറ്റാണ് പോകുന്നത്. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അൺസഹിക്കബിൾ വിശപ്പ് കാരണം ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഈ ഓട്ടോ മാമൻ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ കരുതി. ആദ്യം നല്ല ചമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. അവിടുത്തെ തിരക്ക് കാരണം നല്ല തിരക്കായിരുന്നു. രമേശ് അവിടെ ക്യൂവിൽ നിൽപ്പുണ്ട്. പിന്നെ അവധി ദിവസമല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്പേഷ്യസ് ഒക്കെയാണ്, പക്ഷേ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും അവിടെ ഇല്ല. പക്ഷെ അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളത് അവിടുത്തെ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞങ്ങൾ അവിടുന്ന് വട, പിന്നെ പൊങ്കൽ, അവിടുത്തെ ഫേമസ് ഗീപ്പൊടി ഇഡ്ഡലി, ഗീപ്പൊടി മസാല ദോശ, ഇത്രയാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അപ്പോൾ വടയും പൊങ്കലും ഇഡ്ഡലിയും ആദ്യം വാങ്ങി. അപ്പോൾ അമ്മയ്ക്ക് പൊങ്കൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്ക് എല്ലാതും ഇഷ്ടമായിട്ടാണ്. പിന്നെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ദോശയുടെ കൗണ്ടറിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ രമേശ് അവിടെ നിന്നു. അപ്പോൾ ബാംഗ്ലൂരൊക്കെ വരുന്നവർ രാമേശ്വരം കഫേയിൽ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്യണം. വേറെയും ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു 4 ഐറ്റംസാണ് ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ദോശയൊക്കെ നല്ല ക്രിസ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. ഇസ്കോൺ ടെമ്പിൾ കാണാൻ പോവാണ് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ ടെമ്പിളിലേക്ക് പോകുന്ന വഴി നമ്മൾ ഒറിയോൺ മോൾ കണ്ടു. ബാംഗ്ലൂർ ഫേമസ് മോളാണ് കേട്ടോ ഒറിയോൺ മോള്. അമ്മയ്ക്ക് നടക്കാൻ കുറച്ച് സ്ലോ ആണ്. സ്ട്രോക്കൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് കാല് കുറച്ച് ബലക്കുറവാണ്. അപ്പം നല്ല സ്ലോ ആണ് നടക്കാൻ. അങ്ങനെ ടെമ്പിളിനകത്തെത്തി. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ചപ്പൽസൊക്കെ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. ഏറ്റവും വലിയ ഇസ്കോൺ ടെമ്പിൾ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലെ രാജാജി നഗറിലെ ഈ ഒരു ടെമ്പിളാണ്. രാധാകൃഷ്ണ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഗൗഡിയ വൈഷ്ണവ ഹിന്ദു മതസംഘടനയാണ് കേട്ടോ ഇതിൻ്റെ നടത്തിപ്പൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഫോട്ടോഗ്രാഫിയൊന്നും അലൗഡ് അല്ല, പുറമേ നിന്നൊക്കെ എടുക്കാം. നല്ല രസമായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. ഭജൻസൊക്കെ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭജൻസൊക്കെ കേട്ടിങ്ങനെ അത് നടക്കാൻ നല്ല രസമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ അതിനകത്ത് ധാരാളം ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ്സിൻ്റെയും ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂജ റൂമിലൊക്കെ വയ്ക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഒരുപാട് കടയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ലഡു വാങ്ങി. ലഡുവും പേടയായിരുന്നു കേട്ടോ അവിടുത്തെ ഫേമസ്. ലഡു വാങ്ങിച്ചു. പിന്നെ കേസരി വാങ്ങി. അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ചു.
നല്ല നീറ്റായിരുന്നു അവിടെ അമ്പലത്തിനകത്തൊക്കെ, അകത്തും പരിസരത്തൊക്കെ നല്ല നീറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോന്നു. ഇതിൻ്റെ 3rd ഫ്ലോറിലാണ് കേട്ടോ വീട്. അപ്പോൾ ടെറസിൽ രമേശിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എടുത്തതാണ്. ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഹോം ടൂർ, എൻ്റെ ചാനലിൽ ആദ്യത്തെ ഹോം ടൂർ. ഇത് രമേശിൻ്റെ സൈക്കിളാണ്, ബാംഗ്ലൂർ വന്ന സമയത്ത് എന്തോ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കയറി ചെല്ലുന്നൊരു ഹാളിലേക്കാണ്. ആ ഒരു ഷൂ റാക്ക് കണ്ടോ, രമേശ് ഉണ്ടാക്കിയതാണത്, കൊള്ളാം. അങ്ങനെ ഇതാ ഹാളിൽ TV, ഫ്രിഡ്ജ്, ഡൈനിങ് ഏരിയ എല്ലാം ഹാളിൽ തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇപ്പോൾ രമേശ് ഹാളിലാണ് കിടക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് പൂജാ റൂമാണ്, കുഞ്ഞൊരു പൂജാ റൂം, നല്ലൊരു കുഞ്ഞ് ഹാള്. പിന്നെ ഹാളിനോട് ചേർന്ന് തന്നെ 2 ബെഡ്റൂമുണ്ട്. ഇതൊരെണ്ണം. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ബെഡ്റൂമൊക്കെ, രണ്ടും നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു റൂമിൽ അഭിലാഷും ഷമീമിക്കയാണ്. അഭിലാഷിൻ്റെ വീട് കടയ്ക്കാവൂർ, ഷമീമിക്കയുടെ വീട് കണ്ണൂർ. പിന്നെ അതിനപ്പുറത്ത് തന്നെ ഒരു റൂമുണ്ട്, അവിടെ എൽവിൻ്റെ വീട് ഇവിടെ തൃശ്ശൂരാണ്. 2 ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും. എല്ലാവരെയും അറിയാം, എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, തൃശ്ശൂർ പൂരം കാണാനും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ടാബ്ലറ്റ്സൊക്കെ രമേശ് ഇവരുടെ കയ്യിലാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും അറിയാം. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഒരു കുഞ്ഞടുക്കള, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഞ്ഞൊരടുക്കള. പിന്നെ ഒരു കുഞ്ഞു വരാന്ത, അവിടെ ഒരു ടോയ്ലറ്റും വാഷിംഗ് മെഷീൻ ഏരിയയൊക്കെയാണ്. അങ്ങനെ നല്ലൊരു വീട്, എല്ലാവരും നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. ഞാനും അമ്മയും ബിരിയാണി കഴിച്ചു. രമേശ് ചോറും മീൻ വറുത്തതും സേമിയ പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തു. വൈകുന്നേരം വീണ്ടും പുറത്തോട്ടിറങ്ങി. ഞങ്ങൾ വിധാൻ സൗധ കാണാൻ പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. അകത്തോട്ടൊന്നും പ്രവേശനമൊന്നുമില്ല, പുറത്തൊക്കെ ഇങ്ങനെ കാണാം, ഫോട്ടോസൊക്കെ എടുക്കാം. അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ധാരാളം സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് കേട്ടോ സംഭവം. കൊള്ളാട്ടോ, കിഡുമായിട്ടുണ്ട്. അമ്മ ഫോണിലാണ്, നാട്ടിൽ നിന്ന് മേമയും മാമനൊക്കെ വിളിച്ചിങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, നല്ല തിരക്കായിരുന്നു ഇവിടെ. ഇതിന് ഓപ്പോസിറ്റ് തന്നെയാണ് കർണാടക ഹൈക്കോർട്ട്. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ കണ്ടതാണ്. ഞങ്ങൾ കബ്ബൺ പാർക്കിലേക്ക് പോകുമായിരുന്നു. ബാംഗ്ലൂർ ഫേമസ് പാർക്കാണ് കബ്ബൺ പാർക്ക്. അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. അതിനകത്തോട്ട് കടക്കാൻ കുറച്ച് സമയമെടുത്തു, തിരക്ക് കാരണം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിനകത്തൊക്കെ. കുട്ടികളൊക്കെ കളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് നടന്നു. പിന്നെ ഒരു ഫ്രണ്ടിനെ കണ്ടു, രമേശിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സനൽ, ആളുകളുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് MG റോഡിൽ ഫേമസ് ചർച്ച് സ്ട്രീറ്റിലേക്കാണ് പോയത്. ഞങ്ങളവിടെ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം പാരഗണിൽ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചുമ്മാ അവിടെയൊക്കെ നടന്ന് കണ്ടു. ഷോപ്പിംഗ് ഏരിയയും പിന്നെ കുറേ ബ്രാൻഡഡ് ഷോപ്സും പബ്ബുകളൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അസാധ്യ തിരക്കായിരുന്നു. എല്ലാ വീക്കെൻഡിലും പിന്നെ ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്, നല്ല തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത് രമേശ്. അങ്ങനെ ഞങ്ങളിവിടെ MG റോട്ടിൽ ശോഭ മോളിലുള്ള പാരഗണിലേക്കാണ് പോകുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് പാരഗണിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. രമേശ് അമ്മയ്ക്ക് ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്.
റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റും ആംബിയൻസും പുറത്തെ കാഴ്ചകൾ കണ്ട് അവിടെ ഇരിക്കാൻ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഡ്രാഗൺ ചിക്കൻ, പിന്നെ ഞാനും രമേശും ചിക്കൻ ബിരിയാണി, അമ്മ നൂൽ പൊറോട്ട വേണമെന്ന് പറഞ്ഞു അമ്മയ്ക്ക്. അപ്പോൾ നൂൽ പൊറോട്ടയും ചിക്കൻ കറിയാണ് അമ്മ ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ എത്തി. അടിപൊളി ടേസ്റ്റായിരുന്നു. സംഭവം കുറച്ച് കത്തിയാണെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡ്രാഗൺ ചിക്കനും ചിക്കൻ ബിരിയാണിയും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ നൂൽ പൊറോട്ട അതാ അമ്മ കാണിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകം കാണിക്കുന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. നൂൽ പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്രിസ്പി ആയിരുന്നു. അമ്മയും രമേശും ചായയും കാപ്പിയൊക്കെ കുടിച്ചു. ഞാനങ്ങനെ ചായയും കാപ്പിയും മാക്സിമം കുടിക്കാറില്ല. താഴെ ഭയങ്കര ആഘോഷമാണ്, ക്രിസ്മസിൻ്റെ പാട്ടും ഡാൻസും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി ഇറങ്ങി. അപ്പോൾ മെട്രോയ്ക്ക് പോകണമെന്നാണ് കരുതിയത്, പക്ഷെ നല്ല തിരക്ക്, ഓട്ടോ കിട്ടാൻ നല്ല പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇന്നത്തെ ഫുഡ് അടിയും കറക്കൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലോട്ട് പോന്നു. അവിടെ ഒരു പട്ടിയുണ്ട്, ചാർലി. ഇന്ന് നല്ല ടയേർഡായി, കുറേ നടന്നു. അപ്പോൾ വീട്ടിൽ ചെല്ലണം, ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം. നാളെ പോവും. നാളെ ഒരു ദിവസം കൂടി ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.